പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവാണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നരൻ വീട്ടിൽ നിന്നും കാറുമായി പോകാൻ നിൽക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് കാവേരി എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറയണേ. ആ സമയത്ത് നരൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനൊന്നും നേരമില്ല, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പിന്നീട് സംസാരിക്കാം എന്ന് പറയുകയാണ്. കാവേരി പറയും, എനിക്ക് ഇപ്പോൾ തന്നെ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നരൻ പിന്നെയും പറയും, എനിക്ക് സംസാരിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് കാവേരി പറയും, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ കല്യാണത്തെക്കുറിച്ച്. അത് കേൾക്കുന്ന നരൻ കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. നരൻ പറയും, നിന്നോട് ഞാൻ പറഞ്ഞ സമയത്ത് നിനക്കെന്തായിരുന്നു? കല്യാണം ഇങ്ങനെയൊന്നും നടക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് നീയല്ലേ വലിയ ആളായിരുന്നു എന്ന് പറയണേ. ആ സമയത്ത് കാവേരി പറയും, ഞാൻ കല്യാണത്തിന് റെഡിയാണ്. അങ്ങനെ നരൻ പറയുന്നുണ്ട് ശരിയെന്ന്. അങ്ങനെ കാവേരിയും ഓക്കെ എന്ന് പറയാണ്. ആ സമയത്ത് നരൻ കാവേരിയോട് ചോദിക്കും, എന്താ ഇയാളുടെ പേരെന്ന്. ആ സമയത്ത് കാവേരി പറയും കാവേരി എന്ന്. അങ്ങനെ നരൻ ചോദിക്കും, ഇതിനു മുന്നേ നിന്നോട് ചോദിച്ചപ്പോൾ എന്താ നീ സമ്മതിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, ഇപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കഴിക്കാം എന്ന് തീരുമാനിച്ചു. എനിക്കിപ്പോൾ പണത്തിന് അത്യാവശ്യമുണ്ട് എന്ന് പറയണ. ആ സമയത്ത് നരൻ ചോദിക്കും, എന്താ അത്യാവശ്യം എന്ന്. ആ സമയത്ത് കാവേരി പറയും, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അനിയത്തിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷന് വെച്ചിരുന്ന പണം ഇപ്പോൾ നഷ്ടപ്പെട്ടു. അനിയത്തി ഹോസ്പിറ്റലിൽ സീരിയസ് ആയി ആണ്. അവളെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്ക് പണം വേണം. എൻ്റെ അടുത്ത് പണമില്ല. നിങ്ങളല്ലേ പറഞ്ഞത് പണം തരാമെന്ന്. പണത്തിനു വേണ്ടിയിട്ട് മാത്രമാണോ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സൂപ്പറാണെന്ന് പറയണം. അപ്പോൾ കാവേരി പറയുന്നുണ്ട്. ആ സമയത്ത് നരൻ പറയും, ഇതൊരു കോൺട്രാക്റ്റ് കല്യാണമാണ്. എഗ്രിമെൻ്റ് എന്തെല്ലാമാണെന്ന് അറിയാലോ. എനിക്ക് കല്യാണത്തിന് തീരെ താല്പര്യമില്ല. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രാമ കളിക്കാൻ പോകുന്നത്. ഒരു വർഷത്തെ എഗ്രിമെൻ്റാണ്. അത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ പാടും നോക്കി പോകാം. പിന്നീട് ഒരു ഡ്രാമയും കളിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ടേക്ക് വരരുത്. ഓക്കെ ആണെന്ന് പറയാണ് കാവേരി. നിങ്ങൾക്ക് നിങ്ങളെ മുത്തശ്ശൻ മുഖ്യം, എനിക്ക് എൻ്റെ അനിയത്തിയും മുഖ്യം എന്ന് പറയുകയാണ്. ആ സമയത്ത് നരൻ പറയുന്നുണ്ട്, അതാണ് സത്യം. കല്യാണം കഴിഞ്ഞ പാടെ എനിക്ക് പണം തരില്ല എന്ന് ചോദിക്കുകയാണ് കാവേരി. ഇതെല്ലാം നരൻ്റെ ചെറിയമ്മ കുറച്ച് ദൂരെ നിന്ന് കാണുന്നുണ്ടാവും, പക്ഷേ അതിനൊന്നും മനസ്സിലാവില്ല. പിന്നീട് നരൻ കാവേരിയോട് പറയുന്നുണ്ട്, പണം തരുന്നതിന് മുന്നേ കോൺട്രാക്റ്റിൽ ഒപ്പിടണം എന്ന് പറയണേ. ആ സമയത്ത് കാവേരി പറയും, ഞാൻ ചെയ്യാം. നരൻ പറയും, എങ്കിൽ ഇന്ന് തന്നെ ഓഫീസിലോട്ട് വാ, അവിടെ നിന്ന് പണം തരാം, അപ്പം തന്നെ സൈൻ ചെയ്യാം എന്ന് പറയണേ. അങ്ങനെ കാവേരി ഓക്കെ എന്ന് പറയുന്നുണ്ട്. കാവേരി പറയും, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറയണേ. ആ സമയത്ത് നരൻ പറയും, എങ്കിൽ നീ ഓഫീസിലോട്ട് വാ എന്ന്. അങ്ങനെ നരൻ കാറിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് കാവേരി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഓഫീസിലോട്ടല്ലേ പോകുന്നത്, നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയണം. ആ സമയത്ത് നരൻ പറയും, ഞാൻ അഡ്രസ്സ് തരാം, അങ്ങോട്ടേക്ക് വന്നാൽ മതി. ആ സമയത്ത് കാവേരി പറയണേ, എനിക്ക് അത്രയും സമയമില്ല, എൻ്റെ അനിയത്തി ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് പണം ലഭിക്കണം. നിങ്ങൾ ഓഫീസിലോട്ട് പോകുകയല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. അങ്ങനെ നരൻ പറയും, എങ്കിൽ നീ പോരെ എന്ന് പറയണേ. ഇതെല്ലാം ദൂരെ നിന്ന് നരൻ്റെ ചെറിയമ്മ കാണുന്നുണ്ടാവും. ആ സമയത്ത് കാവേരി ബാക്കിലായിരിക്കും കയറാൻ നിൽക്കുന്നത്. അപ്പോൾ നരൻ പറയും, ഞാനെന്താ നിൻ്റെ ഡ്രൈവറോ, മുന്നിൽ വന്ന് കയറി എന്ന് പറയണം. അങ്ങനെ നരനും കാവേരിയും ഓഫീസിലെത്തുന്നുണ്ട്. ഓഫീസിലെത്തിയതിനു ശേഷവും നരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കോൺട്രാക്റ്റ് കല്യാണത്തിന് സമ്മതമല്ലേ. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, എനിക്ക് സമ്മതമാണ്. കാവേരി പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് പണം വേണം എന്ന് പറയണേ. ആ സമയത്ത് നരൻ ചോദിക്കും, എത്രയാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പോൾ കാവേരി പറയും, എനിക്കൊരു 15 ലക്ഷം രൂപ വേണം, എനിക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും. കാവേരി ചോദിക്കും, എനിക്ക് 15 ലക്ഷം രൂപ തരില്ലേ എന്ന്. ആ സമയത്ത് നരൻ പറയും, നീ എഗ്രിമെൻറ്റിൽ ഒപ്പിടണം എന്ന് പറയും. അപ്പോൾ കാവേരി പറയും, എങ്കിൽ എഗ്രിമെൻ്റ് എടുക്കൂ, ഞാൻ ഒപ്പിടാം. അങ്ങനെ നരന് എഗ്രിമെൻ്റ് പേപ്പർ കാവേരിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാവേരി ഒപ്പിടാൻ നിൽക്കുന്ന സമയത്ത് നരൻ പറയും, ഇത് നന്നായി വായിച്ചിട്ട് ഒപ്പിടുക എന്ന് പറയണം. അപ്പോൾ കാവേരി പറയും, എനിക്ക് വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണേ. ആ സമയത്ത് നരൻ പറയും, അതെല്ലാം ആവശ്യമുണ്ട്, വായിച്ചിട്ട് ഒപ്പിട്ടാൽ മതി, എനിക്കിപ്പോൾ പണം വേണം എന്ന് പറയണേ. ഇത് കേൾക്കുന്ന നരന് ദേഷ്യം വരുന്നുണ്ട്. നരൻ പറയും, പണം പണം എന്ന് കുറേ നേരമായല്ലോ താൻ പറയാൻ തുടങ്ങിയിട്ട്, വായിച്ചിട്ട് ഒപ്പിടുക എന്ന് പറയണ. ആ സമയത്ത് കാവേരി പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പണം അടക്കണം, ഇതൊരു എഗ്രിമെൻ്റ് മാരേജാണ്, നിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഇതറിയില്ല. വെളിയിൽ നിന്ന് കാണുന്നവർക്ക് നമ്മൾ നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിരിയും. ഈ കാരണം കൊണ്ടും നമ്മൾ പിന്നീട് ഈ ബന്ധം തുടർന്നു പോകരുത്, നീ നിൻ്റെ കാര്യവും നോക്കി പോവണം. അങ്ങനെ അത് വായിച്ചതിന് ശേഷം കാവേരി അത് ഒപ്പിടുന്നുണ്ട്. അങ്ങനെ ഒപ്പിട്ട് നരൻ്റെ കയ്യിൽ കൊടുക്കണം. ആ സമയത്ത് കാവേരി ചോദിക്കും, ഇനി പണം. ഇങ്ങനെ നരന് കാവേരിക്ക് പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണവുമായി കാവേരി
ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.